വചനദീപം. ലൂക്കോസ് 24 50 മുതൽ 53 വരെയുള്ള വാക്യങ്ങൾ. ലൂക്കോസ് 24 50 മുതൽ 53 വരെ. അനന്തരം അവൻ അവരെ ബഥാന്യയോളം കൂട്ടിക്കൊണ്ടുപോയി കൈ ഉയർത്തി അവരെ അനുഗ്രഹിച്ചു. അവരെ അനുഗ്രഹിക്കയിൽ അവൻ അവരെ വിട്ടുപിരിഞ്ഞു സ്വർഗാരോഹണം ചെയ്തു. അവർ അവനെ നമസ്കരിച്ചു. മഹാസന്തോഷത്തോടെ യെരുശലേമിലേക്ക് മടങ്ങിച്ചെന്ന് എല്ലായ്പ്പോഴും ദേവാലയത്തിൽ ഇരുന്ന് ദൈവത്തെ വാഴ്ത്തിപ്പോന്നു. യേശു ഉയർത്തെഴുന്നേറ്റതിന് ശേഷം സ്വർഗാരോഹണം ചെയ്യുന്നതുവരെയുള്ള സമയം എന്തൊക്കെ സംഭവിച്ചു എന്ന് 4 സുവിശേഷങ്ങളിലും എഴുതിയിട്ടുണ്ട്. ഇതിൽ ലൂക്കോസ് ചുരുക്കം ചില കാര്യങ്ങൾ മാത്രമേ എഴുതിയിട്ടുള്ളൂ. 2 ശിഷ്യന്മാർ എമ്മൗസിലേക്ക് പോകുന്ന ആ സംഭവം വിവരിക്കുവാൻ ലൂക്കോസ് അധിക സമയമെടുത്തു. ഇന്ന് നാം വായിച്ച ഭാഗത്ത് യേശുവിൻ്റെ സ്വർഗാരോഹണം വളരെ ചുരുക്കമായി ലൂക്കോസ് വിവരിച്ചിരിക്കുന്നു. ചില ആളുകൾ യേശു ഉയർത്തെഴുന്നേറ്റ് ഉടനെ തന്നെ സ്വർഗാരോഹണം ചെയ്തു എന്ന് പറയും. എന്നാൽ അവർ ലൂക്കോസ് തന്നെ എഴുതിയ അപ്പോസ്തല പ്രവൃത്തികൾ 1:3 ശ്രദ്ധിക്കുന്നില്ല. അവിടെ 40 ദിവസത്തെ സമയം അവൻ ശിഷ്യന്മാരോടൊപ്പം ഉണ്ടായിരുന്നു എന്ന് എഴുതിയിട്ടുണ്ട്. ഉയർത്തെഴുന്നേറ്റതിന് ശേഷം സംഭവിച്ച എല്ലാ കാര്യങ്ങളും ആരും എഴുതിയിട്ടില്ല. യെരുശലേമിൽ സംഭവിച്ച ചില കാര്യങ്ങൾക്ക് ലൂക്കോസ് പ്രാധാന്യം നൽകുന്നു. എന്നാൽ അവിടെ സംഭവിച്ച കൂടുതൽ കാര്യങ്ങളും പറഞ്ഞിട്ടില്ല. ആ 40 ദിവസം എന്തൊക്കെ സംഭവിച്ചു എന്ന് വിശദമായി അറിയുവാൻ നമുക്ക് നിവൃത്തിയില്ല. അതുപോലെ തന്നെ യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞ് തൻ്റെ ശിഷ്യന്മാരോട് തന്നെക്കുറിച്ചുണ്ടായിരുന്ന പ്രവചനമൊക്കെ നിവൃത്തിയായി എന്ന് പറഞ്ഞു. എമ്മൗസിലേക്ക് പോകുന്ന ശിഷ്യന്മാരോട് താനത് പറഞ്ഞു. പിന്നീട് ശിഷ്യന്മാർ കൂടിയിരുന്നിടത്ത് വെച്ച് താൻ അത് പറഞ്ഞു. എന്നാൽ ഏതൊക്കെ ഭാഗങ്ങൾ എങ്ങനെയൊക്കെ നിവൃത്തിയായി എന്നതിൻ്റെ വിശദീകരണം നമുക്ക് ദൈവവചനത്തിൽ നൽകിയിട്ടില്ല. അതിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം, നാം തന്നെ അത് വായിച്ച് പഠിക്കേണ്ട ആവശ്യമുണ്ട്. യേശുവിൻ്റെ ഭൗതിക സാന്നിധ്യം ശിഷ്യന്മാരുടെ അവിശ്വാസത്തെ മാറ്റുവാനിടയായി. അവർ ഒരു ഭൂതമാണ് എന്നാദ്യം കരുതി എന്ന് നാം വായിക്കുന്നുണ്ട്. എന്നാൽ യേശു ആ കാര്യം അവർക്ക് വ്യക്തമായി മനസ്സിലാക്കി കൊടുത്തു. അവനൊരു ഭൂതമല്ല, മറിച്ച് ശരീരത്തോടു കൂടി ഉയർത്തെഴുന്നേറ്റവൻ തന്നെയാണ്. യേശുവിന് യെരുശലേമിൽ സംഭവിച്ച കാര്യങ്ങൾ, അവൻ്റെ മരണവും അടക്കവും പുനരുത്ഥാനവും എല്ലാം തിരുവെഴുത്തിൽ പറഞ്ഞിട്ടുള്ളതാണ്. ഇതൊന്നും പുതിയതല്ല എന്നും താൻ ശിഷ്യന്മാരോട് തനിക്ക് സംഭവിച്ചത് മാത്രമല്ല, തനിക്ക് സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ചും യേശുക്രിസ്തുവിലൂടെയുള്ള രക്ഷാമാർഗത്തെക്കുറിച്ചും മറ്റുള്ളവരോട് പ്രസംഗിക്കണം എന്ന കാര്യവും തിരുവെഴുത്ത് പറഞ്ഞിട്ടുണ്ട് എന്ന് തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു. ഇന്ന് നാം വായിച്ച ഭാഗത്ത് യേശു സ്വർഗാരോഹണം ചെയ്യുന്നതാണ് കാണുന്നത്. ഒരു വ്യക്തി നമ്മെ വിട്ട് പോകുമ്പോൾ നമുക്ക് ദുഃഖമുണ്ടാവും. പ്രത്യേകിച്ച് വളരെ നാളുകൾ നാം തമ്മിൽ കാണാതെ വണ്ണം നമ്മെ വിട്ടു പോവുകയാണെങ്കിൽ നമുക്ക് വലിയ ദുഃഖമുണ്ടാകും. ആളുകൾ മരിക്കുമ്പോൾ ദുഃഖമുണ്ടാകുന്നതിൻ്റെ കാരണം അതാണ്. ഇനി അവരെ കാണാൻ അധികം നാളുകളെടുക്കും. എന്നാൽ യേശുക്രിസ്തു സ്വർഗാരോഹണം ചെയ്തപ്പോൾ തൻ്റെ ശിഷ്യന്മാർ മഹാസന്തോഷമുള്ളവരായി എന്ന് നാം വായിക്കുന്നു. യേശു പോയി, അതുകൊണ്ട് അവരെന്തുകൊണ്ട് സന്തോഷിക്കണം? അവരുടെ ഗുരു പോയതുകൊണ്ട് എന്തുകൊണ്ട് സന്തോഷിക്കണം? ഇതിന് പല കാരണങ്ങളുണ്ട്. എന്നാൽ യേശുവിൻ്റെ സ്വർഗാരോഹണം എന്ന് വെച്ചാൽ എന്താണ് എന്നുകൂടി നാം മനസ്സിലാക്കണം. യേശു ഈ ഭൂമിയിൽ വന്നു, യഹൂദന്മാർ തന്നെ തിരസ്കരിച്ചു, തന്നെ ക്രൂശിച്ചു കൊന്നു. അതുകൊണ്ട് ഇനി ഞാൻ പോവുകയാണ്, ഈ ലോകത്തെ ഉപേക്ഷിച്ച് ഞാൻ പോവുകയാണ് എന്നുള്ള മട്ടിലല്ല യേശു പോയത്. നേരെ മറിച്ച് പിതാവ് തനിക്ക് കൊടുത്ത ശുശ്രൂഷ മുഴുവൻ തികച്ചതിന് ശേഷമാണ് താൻ സ്വർഗാരോഹണം ചെയ്തത്. അപ്പോൾ യേശു സ്വർഗാരോഹണം ചെയ്തത് താൻ ഈ ഭൂമിയിൽ എന്തിനു വന്നോ ആ ഉദ്ദേശം മുഴുവൻ നിവൃത്തിയാക്കി അതിന് ശേഷമാണ് താൻ സ്വർഗാരോഹണം ചെയ്തത്. അപ്പോൾ യേശുവിൻ്റെ സ്വർഗാരോഹണം നമ്മോട് പറയുന്നത് തനിക്ക് ദൈവം കൊടുത്തിരുന്ന ശുശ്രൂഷകൾ മുഴുവൻ തികച്ചിട്ടാണ് താൻ മടങ്ങി സ്വർഗത്തിലേക്ക് പോയത്. തനിക്ക് കൊടുത്ത ശുശ്രൂഷ എന്തായിരുന്നു? അനേകർക്ക് വേണ്ടി തൻ്റെ ജീവനെ മറുവിലയായി നൽകുവാൻ വേണ്ടിയാണ് യേശു ഭൂമിയിൽ വന്നത്. അതിന് താൻ വലിയ വില കൊടുക്കേണ്ടി വന്നു. കഷ്ടത്തിലൂടെ കടന്നുപോയി, ശാരീരിക പീഡകൾ അനുഭവിച്ചു, പിതാവിൽ നിന്നും വേർപെട്ടു, വളരെ വേദനാജനകവും അപമാനകരവുമായ മരണം സഹിച്ചു. ഇതൊക്കെ പിതാവ് തനിക്ക് കൊടുത്ത ശുശ്രൂഷയാണ്. അത് ബുദ്ധിമുട്ടുള്ളതായിരുന്നു.
കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമെന്ന് താൻ പ്രാർത്ഥിച്ചതാണ്. എങ്കിലും താൻ പിതാവിനെ പൂർണ്ണമായി അനുസരിച്ച് ദൈവം കൊടുത്ത എല്ലാ ശുശ്രൂഷകളും നിവർത്തിച്ചു. അതിൻ്റെ ഫലമായി യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിൽ യേശു തൻ്റെ ശിഷ്യന്മാരുടെ മുമ്പാകെ പ്രാർത്ഥിക്കുമ്പോൾ താൻ ഇങ്ങനെ പറഞ്ഞു. യോഹന്നാൻ 17:4-5 വാക്യങ്ങൾ ഞാൻ വായിക്കട്ടെ. ഞാൻ ഭൂമിയിൽ നിന്നെ മഹത്വപ്പെടുത്തി, നീ എനിക്ക് ചെയ്യുവാൻ തന്ന പ്രവൃത്തി തികച്ചിരിക്കുന്നു. ഇപ്പോൾ പിതാവേ, ലോകമുണ്ടാകും മുമ്പേ എനിക്ക് നിൻ്റെ അടുക്കൽ ഉണ്ടായിരുന്ന മഹത്വത്തിൽ എന്നെ നിൻ്റെ അടുക്കൽ മഹത്വപ്പെടുത്തണമേ. ചില ആളുകൾ പറയുന്നത് പോലെ യേശു കേവലം ഒരു മനുഷ്യനാണെങ്കിൽ എങ്ങനെ യേശുവിനിത് പറയാൻ കഴിയും? ലോകമുണ്ടാകും മുമ്പേ എനിക്ക് നിൻ്റെ, അതായത് പിതാവായ ദൈവത്തിൻ്റെ അടുക്കൽ ഉണ്ടായിരുന്ന മഹത്വത്തിൽ എന്നെ നിൻ്റെ അടുക്കൽ മഹത്വപ്പെടുത്തണമേ. ഇത് യേശു ദൈവമായിരുന്നു എന്നതിൻ്റെ ഒരു വലിയ തെളിവാണ്. അല്ലെങ്കിൽ യേശു കള്ളമാണ് പറയുന്നത്, ദൈവദൂഷണമാണ് പറയുന്നത്. യേശു തൻ്റെ ശുശ്രൂഷ തികച്ചു കഴിഞ്ഞപ്പോൾ താൻ സ്വർഗാരോഹണം ചെയ്തത് താൻ മഹത്വത്തിലേക്ക് പ്രവേശിക്കുവാൻ വേണ്ടിയാണ്. അങ്ങനെ താൻ സ്വർഗത്തിലേക്ക് പ്രവേശിച്ച് മഹത്വീകരിക്കപ്പെട്ടപ്പോൾ സ്വർഗത്തിൽ താനൊരു പുതിയ ശുശ്രൂഷ ആരംഭിച്ചിരിക്കുകയാണ്. യേശുവാണ് ആദ്യമായി സ്വർഗത്തിൽ മഹത്വം സ്വീകരിച്ച മനുഷ്യൻ. ഞാനതൊന്നുകൂടെ പറയാം. യേശുവാണ് സ്വർഗത്തിൽ മഹത്വം സ്വീകരിച്ച ആദ്യ മനുഷ്യൻ. യേശുവിനെ മഹത്വപ്പെടുത്തിയപ്പോൾ മനുഷ്യനായ യേശുവിനെയാണ് സ്വർഗം മഹിമപ്പെടുത്തിയത്. യേശു ദൈവമാണ്, അതേസമയം താൻ മനുഷ്യനുമാണ്. തിമോഥെയോസിന്റെ ലേഖനത്തിൽ നാം വായിക്കുന്നു, ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനും ഒരുവൻ, മനുഷ്യനായ ക്രിസ്തു യേശു തന്നെ. മനുഷ്യനായ യേശു ക്രിസ്തു സ്വർഗത്തിൽ തൻ്റെ ശരീരത്തിലുള്ള മുറിവുകളോട് കൂടെ തന്നെ ഒരു ശരീരത്തിൽ സ്വർഗത്തിലായിരിക്കുന്നു. സ്വർഗത്തിൽ താൻ മഹത്വത്തിലേക്ക് പ്രവേശിച്ചു. ആ മഹത്വകരമായ അവസ്ഥയിൽ താൻ ഒരു വലിയ ശുശ്രൂഷ ചെയ്യുകയാണ്. എബ്രായ ലേഖനത്തിൽ നാം വായിക്കുന്നു, താൻ നമുക്ക് വേണ്ടി മഹാപുരോഹിത ശുശ്രൂഷ ചെയ്യുന്നു. ഇസ്രായേൽ മക്കളുടെ ചരിത്രം പരിശോധിച്ചാൽ അവർക്ക് മഹാപുരോഹിതന്മാരുണ്ടായിരുന്നു. മഹാപുരോഹിതൻ സകല ജനത്തെയും പ്രതിനിധീകരിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ യാഗം കഴിക്കുവാനും ശുശ്രൂഷകൾ ചെയ്യുവാനും വേണ്ടി പോകുമായിരുന്നു. യേശു ഏറ്റവും ഉത്തമമായൊരു യാഗം കഴിച്ചു. എന്ന് വെച്ചാൽ പണ്ടുണ്ടായിരുന്ന യാഗങ്ങളെല്ലാം യേശു കഴിച്ച യാഗത്തിൻ്റെ നിഴൽ മാത്രമായിരുന്നു. പൂർണ്ണമായ, ദൈവം പരിപൂർണമായി പ്രസാദിച്ച യാഗം യേശു അർപ്പിച്ചു. തൻ്റെ സ്വന്തം രക്തം കൊണ്ട് ദൈവസന്നിധിയിലേക്ക് താൻ പ്രവേശിച്ചിരിക്കുന്നു. ഇപ്പോൾ ദൈവസന്നിധിയിൽ മഹാപുരോഹിത ശുശ്രൂഷ താൻ ചെയ്യുന്നു. തന്നിൽ വിശ്വസിക്കുന്നവരെ പ്രതിനിധീകരിച്ചുകൊണ്ട് താൻ ദൈവസന്നിധിയിൽ പുരോഹിത ശുശ്രൂഷ ചെയ്യുന്നു. ഈ പുരോഹിത ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ അതിൽ പക്ഷവാദം എന്ന ശുശ്രൂഷ കൂടി അടങ്ങിയിരിക്കുന്നു. പക്ഷവാദം എന്ന് പറഞ്ഞാൽ അവൻ തെറ്റ് ചെയ്തു അല്ലെങ്കിൽ അവൾ തെറ്റ് ചെയ്തു, എന്നാൽ അവളുടെ തെറ്റ് കണക്കാക്കരുത്, മറിച്ച് ഞാൻ ചൊരിഞ്ഞ രക്തം മുഖാന്തരം അവരോട് ക്ഷമിക്കണം. യേശു പുരോഹിത ശുശ്രൂഷ ചെയ്യുമ്പോൾ ദൈവസന്നിധിയിൽ താൻ അതാണ് ചെയ്യുന്നത്. തന്നിൽ വിശ്വസിച്ച പാപ സ്വഭാവമുള്ള ആളുകൾ അവർ തെറ്റ് ചെയ്യുമ്പോൾ അവരെ അവരുടെ പാപത്തിലല്ല നോക്കേണ്ടത്, മറിച്ച് യേശു ചൊരിഞ്ഞ രക്തത്തിലൂടെ അവരെ നോക്കണം എന്ന് താൻ പറയുന്നു. അതാണ് യേശുവിൻ്റെ പുരോഹിത ശുശ്രൂഷ. മറ്റൊരു കാര്യം, താൻ സ്വർഗാരോഹണം ചെയ്ത് കഴിഞ്ഞാണ് പരിശുദ്ധാത്മാവിനെ ഈ ഭൂമിയിലേക്ക് അയച്ചത്. താൻ സ്വർഗാരോഹണം ചെയ്തതുകൊണ്ട് ശിഷ്യന്മാർക്കുണ്ടായ ഏറ്റവും വലിയ ഗുണം പരിശുദ്ധാത്മാവിനെ അവർക്ക് ലഭിച്ചു എന്നതാണ്. യേശു ഈ ഭൂമിയിലായിരുന്നപ്പോൾ തനിക്ക് ഒരേ സമയത്ത് പല സ്ഥലങ്ങളിൽ ആയിരിക്കുവാൻ കഴിയുമായിരുന്നില്ല. എന്നാൽ പരിശുദ്ധാത്മാവ് ഈ ഭൂമിയിൽ വന്നപ്പോൾ പരിശുദ്ധാത്മാവാം ദൈവം ഒരേ സമയത്ത് എല്ലാ വിശ്വാസികളുടെയും ഉള്ളിൽ വസിക്കുന്നു. അവരെ സകല സത്യത്തിലും എപ്പോഴും വഴി നടത്തുന്നു. ദൈവത്തിൻ്റെ ഹിതം എപ്പോഴും അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കുന്നു. യേശുവിൻ്റെ പഠിപ്പിക്കലുകളെ, ദൈവവചനത്തെ അവരെ എപ്പോഴും ഓർമ്മിപ്പിക്കുന്നു. ദൈവത്തിൻ്റെ സാന്നിധ്യം എപ്പോഴും ഒരു വിശ്വാസിയുടെ കൂടെയുണ്ട്. ഇതാണ് പരിശുദ്ധാത്മാവ് വന്നതുകൊണ്ട് ശിഷ്യന്മാർക്ക് ഉണ്ടായ ഗുണം. യേശു സ്വർഗാരോഹണം ചെയ്തതുകൊണ്ടാണ് അത് സംഭവിച്ചത്. യേശു പറഞ്ഞു, ഞാൻ സ്വർഗാരോഹണം ചെയ്യുന്നു, പരിശുദ്ധാത്മാവ് വരുവോളം നിങ്ങൾ ഈ പട്ടണത്തിൽ കാത്തിരിക്കണം. യേശുവിൻ്റെ ശിഷ്യന്മാർ യേശുവിനെക്കുറിച്ചുള്ള കാര്യം മറ്റുള്ളവരോട് പറയാൻ, സുവിശേഷം പ്രസംഗിക്കാൻ പോകുന്നതിന് മുമ്പ് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി പ്രാപിച്ചിട്ട് വേണം പോകേണ്ടത് എന്ന് യേശു പറഞ്ഞു. കാരണം
പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടും ശക്തിയോടും കൂടി മാത്രമേ സുവിശേഷ പ്രവർത്തനം ചെയ്യാൻ പാടുള്ളൂ. അല്ലെങ്കിൽ അത് ജഡത്തിൽ ആശ്രയിച്ചുള്ള പ്രവൃത്തിയായിരിക്കും. അത് ഒരിക്കലും ദൈവം അംഗീകരിക്കുന്ന കാര്യമല്ല, ദൈവം അതിൽ പ്രസാദിക്കുന്നില്ല. ദൈവത്തിൻ്റെ ഹിതം അനുസരിച്ച് പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് ജീവിക്കുവാനും ശുശ്രൂഷ ചെയ്യുവാനും വേണ്ടി പരിശുദ്ധാത്മാവിനെ ഈ ഭൂമിയിലേക്ക് ദൈവം അയച്ചത് യേശു സ്വർഗാരോഹണം ചെയ്തതിന് ശേഷമാണ്. യേശു സ്വർഗാരോഹണം ചെയ്ത് അപ്പോൾ ശിഷ്യന്മാർ സന്തോഷിച്ചു എന്നാണ് നാം വായിക്കുന്നത്. അവർ സന്തോഷിച്ചതിൻ്റെ കാരണങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഈ പറഞ്ഞ കാരണങ്ങളൊക്കെ യേശു സ്വർഗാരോഹണം ചെയ്തതുകൊണ്ടാണ് സാധ്യമായത്. അതുകൊണ്ട് അവർ സന്തോഷിച്ചു. താൻ സ്വർഗാരോഹണം ചെയ്തത് എങ്ങനെയാണെന്ന് നാം അവിടെ വായിക്കുന്നു. അവരെ ബഥാന്യോളം കൂട്ടിക്കൊണ്ടുപോയി കൈ ഉയർത്തി അവരെ അനുഗ്രഹിച്ചു. എന്ന് വെച്ചാൽ യേശു സ്വർഗാരോഹണം ചെയ്ത സമയത്ത് ശിഷ്യന്മാർ അവസാനം കണ്ടത് കൈകൾ ഉയർത്തി നിൽക്കുന്ന യേശുവിനെയാണ്. അവർ കണ്ടത് യേശുവിൻ്റെ കൈകളിൽ ഉള്ള ആണിപ്പാടുകളാണ്. ആണിപ്പാടുകളുള്ള ആ കരങ്ങൾ ഉയർത്തിയാണ് യേശു ശിഷ്യന്മാരെ അനുഗ്രഹിച്ചത്. ദൈവത്തിൻ്റെ അനുഗ്രഹം നമുക്കെല്ലാവർക്കും ആവശ്യമാണ്. ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന് വലിയ ശക്തിയൊന്നുമില്ല. ഞാനൊരു മനുഷ്യനാണ്. ചില ആളുകൾ മറ്റുള്ളവരെ ഗ്രീറ്റ് ചെയ്യുന്നത് അങ്ങനെയാണ്. ഗോഡ് ബ്ലെസ് യു, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞാണ്. അതൊരു നല്ല വിഷാണെങ്കിലും അതെപ്പോഴും സത്യമായിക്കൊള്ളണം എന്നില്ല. എന്നാൽ യേശു അനുഗ്രഹിക്കുമ്പോൾ താൻ ദൈവമാണ്. തൻ്റെ അനുഗ്രഹം തൻ്റെ ശിഷ്യന്മാർക്ക് ലഭിക്കുന്നു. എന്നാൽ ആ അനുഗ്രഹിക്കുന്ന യേശുവിനെ ശിഷ്യന്മാർ നോക്കിയപ്പോൾ അവർ കണ്ടത് ആണിപ്പാടുള്ള കൈകളാണ്. അതിൻ്റെ അർത്ഥം യേശു അവർക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹം അവർക്ക് വേണ്ടി കഷ്ടമനുഭവിച്ച് മരിക്കുവാൻ തയ്യാറായി എന്നുള്ളതാണ്. അതിലും വലിയൊരു അനുഗ്രഹം നമുക്ക് ലഭിക്കാനില്ല. സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അതോടുകൂടെ സകലവും നൽകാതിരിക്കുമോ എന്ന് വെച്ചാൽ ദൈവത്തിന് ഏറ്റവും വില കൂടിയ ഒരു അനുഗ്രഹം മനുഷ്യന് നൽകേണ്ടി വന്നു. അതാണ് സ്വന്തം പുത്രൻ. സ്വന്തം പുത്രൻ ക്രൂശിൽ കഷ്ടമേറ്റ് മരിക്കുവാനിടയായത് വലിയ വിലയുള്ളൊരു കാര്യമായിരുന്നു. അതിലും വിലയുള്ളൊരു അനുഗ്രഹം ദൈവത്തിന് തരാനില്ല. യേശു സ്വർഗാരോഹണം ചെയ്തപ്പോൾ കൈകൾ ഉയർത്തി ശിഷ്യന്മാരെ അനുഗ്രഹിച്ചപ്പോൾ ശിഷ്യന്മാർ ആ സത്യം വീണ്ടും ഓർത്തു. ആണിപ്പാടുള്ള കരങ്ങൾ, അവർക്കു വേണ്ടി സ്വന്തം ജീവനെ വെടിയുവാൻ തയ്യാറായ യേശുവിൻ്റെ അനുഗ്രഹം. യേശു അവരെ അനുഗ്രഹിക്കുക മാത്രമല്ല ചെയ്തത്, താൻ അവരെ വിട്ടുപിരിയുന്നതിന് മുൻപ് താൻ അവരോട് പറഞ്ഞു, ഞാൻ നിങ്ങൾക്കായി സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. എന്ന് വെച്ചാൽ യേശു ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവാണ്. നാം കാണുന്നതിനെയൊക്കെയും തൻ്റെ വാക്കുകൊണ്ട് സൃഷ്ടിച്ചതാണ്. അങ്ങനെയുള്ള യേശു ഒരു വാക്ക് പറഞ്ഞാൽ ശിഷ്യന്മാർക്ക് വേണ്ടിയുള്ള സ്ഥലം ഒരുക്കുവാൻ സാധിക്കും. എന്നാൽ അവിടെ താൻ പറയുന്നത്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി സ്ഥലം ഒരുക്കുവാൻ പോകുന്നു എന്ന് വെച്ചാൽ യേശുവിന് തൻ്റെ ശിഷ്യന്മാരുടെ മേലെ അത്രയധികം കരുതലുണ്ട് എന്ന് കാണിക്കുന്നതാണ് തൻ്റെ വാക്കുകൾ. താൻ അവർക്ക് വേണ്ടി കരുതുവാൻ, അവർക്ക് വേണ്ടി സ്ഥലം ഒരുക്കുവാൻ വേണ്ടി പോയിരിക്കുന്നു എന്നും യേശു അവരോട് പറഞ്ഞു. ഇതൊക്കെ കഴിഞ്ഞ് നാം വായിക്കുന്നത് അവർ അവനെ നമസ്കരിച്ചു എന്ന് വെച്ചാൽ അവനെ ആരാധിച്ചു. ഇത് ലൂക്കോസ് ആദ്യമായിട്ടാണ് ഈ കാര്യം പറയുന്നത്. ശിഷ്യന്മാരെല്ലാവരും അവനെ നമസ്കരിച്ചു, ആരാധിച്ചു എന്ന കാര്യം. യേശു ആരാധന സ്വീകരിച്ചു എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയും. അവർ യേശുവിനെ നമസ്കരിച്ചു. മഹാസന്തോഷത്തോടെ യെരുശലേമിലേക്ക് മടങ്ങിപ്പോയി. എപ്പോഴും ദേവാലയത്തിലിരുന്ന് ദൈവത്തെ വാഴ്ത്തിപ്പോന്നു എന്ന് നാം കാണുന്നു. അവർ അവരുടെ ശുശ്രൂഷകൾ, അതായത് സുവിശേഷ പ്രസംഗം, ആ സുവിശേഷം അറിയിക്കുവാനായിട്ട് പല സ്ഥലങ്ങളിലേക്ക് പോകുന്നത്, ഇതിനൊക്കെ മുമ്പ് അവർ ആദ്യം ചെയ്തത് ദൈവത്തെ ആരാധിക്കുക എന്നതാണ്. നിങ്ങൾ ഒരുപക്ഷെ പലരും പറഞ്ഞു കേട്ട് കാണും, അനേക ആളുകൾ ശുശ്രൂഷ ചെയ്തു, എന്നാൽ കുറേ കഷ്ടപ്പാടുകളുണ്ടായി, അവർ മടുത്തു, അവർ ബേൺഡ് ഔട്ടായി, ശുശ്രൂഷയിൽ അവർക്ക് നിരാശ നേരിട്ടു എന്നൊക്കെ. ഇതൊക്കെ വാസ്തവമാണ്, ഇത് സംഭവിക്കാവുന്നതാണ്. എന്നാൽ ക്രിസ്തീയ ശുശ്രൂഷകൾ ചെയ്യുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അവർ ദൈവത്തെ ആരാധിക്കുന്നതിന് പ്രാധാന്യം നൽകിയില്ലെങ്കിൽ ഇത് സംഭവിക്കും. ശുശ്രൂഷകൾക്ക് മാത്രം പ്രാധാന്യം നൽകിയാൽ, അവരുടെ ജീവിതത്തിൽ ശുശ്രൂഷകൾക്ക് ഒന്നാം സ്ഥാനം നൽകിയാൽ അവർ നിരാശപ്പെട്ടു പോകുവാൻ, മടുത്തു പോകുവാൻ സാധ്യതയുണ്ട്.
എന്നാൽ നേരെ മറിച്ച് അവർക്ക് കർത്താവുമായുള്ള ബന്ധത്തിന്, കർത്താവിനോടുള്ള ആരാധനയ്ക്ക് അതിനവർ പ്രാധാന്യം നൽകിയാൽ അതിൻ്റെ പരിണിത ഫലമായിട്ടായിരിക്കും ശുശ്രൂഷകൾ അവർ ചെയ്യാൻ പോകുന്നത്. അല്ലാതെ ശുശ്രൂഷകൾ ചെയ്യുന്നതിൻ്റെ കൂടെ ആരാധനയും ചെയ്യാം എന്ന് കരുതുന്നവർ മടുത്തുപോകും, നിരാശപ്പെട്ടു പോകും. എന്നാൽ എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി സ്വന്തം ജീവൻ വെടിഞ്ഞ് എൻ്റെ കർത്താവിനെ ഞാൻ സ്നേഹിക്കുന്നു, അവനെ ഞാൻ ആരാധിക്കണം എന്ന മനോഭാവത്തിന് ജീവിതത്തിൽ ഒന്നാം സ്ഥാനം ഉണ്ടെങ്കിൽ ആ മനോഭാവത്തിൽ നിന്നുമായിരിക്കും ശുശ്രൂഷകൾ, സുവിശേഷ പ്രവർത്തനങ്ങൾ ഉടലെടുക്കുക. അങ്ങനെ ആയിരിക്കണം. അല്ലെങ്കിൽ നിരാശപ്പെട്ടു പോകുവാൻ സാധ്യതയുണ്ട്. യേശുക്രിസ്തു നമുക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് ആത്മാർത്ഥമായി ചിന്തിക്കുകയും അതിനെക്കുറിച്ച് വിശകലനം ചെയ്യുകയും ചെയ്താൽ എങ്ങനെ യേശുവിനെ സേവിക്കാതിരിക്കാൻ കഴിയും? എങ്ങനെ അവനെ ശുശ്രൂഷിക്കാതിരിക്കാൻ കഴിയും? അതിന് പ്രത്യേകിച്ചൊരു മിഷൻ കോൺഫറൻസോ സുവിശേഷ വേലയ്ക്ക് വേണ്ടിയുള്ള വിളിയോ ഒന്നും ആവശ്യമില്ല. എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തൻ്റെ ജീവൻ ബലി കഴിച്ച കർത്താവിനെ ഞാൻ എങ്ങനെ സ്നേഹിക്കാതിരിക്കും? അവനെ ഞാൻ എങ്ങനെ സേവിക്കാതിരിക്കും എന്ന ചിന്ത നമ്മെ ഭരിക്കണം. ആ നിലയിലായിരിക്കണം നമ്മുടെ ശുശ്രൂഷ. അതുകൊണ്ട് ശിഷ്യന്മാർ അവർ ആദ്യം കർത്താവിനെ ആരാധിച്ചു, മഹത്വപ്പെടുത്തി. അതിനുശേഷമാണ് അവരുടെ ശുശ്രൂഷകൾ ആരംഭിച്ചത്. അതുകൊണ്ടാണ് മടുത്തു പോകാതെ അവർക്ക് 1-ാം നൂറ്റാണ്ടിൽ ക്രിസ്തീയ ശുശ്രൂഷകൾ ചെയ്യാൻ സാധിച്ചത്. പ്രിയ സുഹൃത്തെ, നിങ്ങളൊരു പക്ഷേ ശുശ്രൂഷയിൽ മടുത്തുപോയിട്ടുണ്ടോ? അതിൻ്റെ കാരണം നിങ്ങൾക്ക് ദൈവവുമായുള്ള ബന്ധത്തിന് 1-ാം സ്ഥാനം നിങ്ങൾ കൊടുക്കുന്നില്ല എന്നതാണ്. ശുശ്രൂഷകൾക്ക് 1-ാം സ്ഥാനം കിട്ടിയാൽ മടുത്തു പോകാൻ സാധ്യതയുണ്ട്. അത് വലിയ അപകടമാണ്. എല്ലായ്പ്പോഴും ശിഷ്യന്മാർ ദേവാലയത്തിലിരുന്ന് ദൈവത്തെ വാഴ്ത്തിപ്പോന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ലൂക്കോസ് തൻ്റെ സുവിശേഷം അവസാനിപ്പിക്കുന്നത്. നമുക്കറിയാം, ഈ സുവിശേഷം ഇവിടെ കൊണ്ട് അവസാനിക്കുകയല്ല. ഇതിൻ്റെ 2-ാം ഭാഗം അപ്പോസ്തല പ്രവൃത്തികളിൽ നാം കാണുന്നു. അവിടെ വീണ്ടും ഈ സുവിശേഷത്തിൻ്റെ അവസാന ഭാഗവും പിന്നീട് അപ്പോസ്തലന്മാർ ചെയ്ത കാര്യങ്ങളും നാം വായിക്കുന്നു. ഈ സുവിശേഷം തുടങ്ങുന്നത് സർവ്വജനത്തിനുമുണ്ടാകുവാനുള്ള മഹാസന്തോഷത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ്. ഈ സുവിശേഷം അവസാനിക്കുന്നതും യേശുവിൻ്റെ ശിഷ്യന്മാർ മഹാസന്തോഷത്തോടെ ദൈവത്തെ ആരാധിക്കുന്നതും അതിനുശേഷം യെരുശലേമിലേക്ക് മടങ്ങി വന്ന് ദൈവത്തെ വാഴ്ത്തിക്കൊണ്ട് ദേവാലയത്തിൽ ഇരിക്കുന്നതും വിവരിച്ചുകൊണ്ടാണ്. മഹാസന്തോഷത്തിൽ ആരംഭിച്ച ഈ സുവിശേഷം മഹാസന്തോഷത്തിൽ അവസാനിക്കുന്നു. ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ നിന്നുള്ള പഠനം താങ്കൾക്ക് അനുഗ്രഹമായിരുന്നു എന്ന് കരുതുന്നു. ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ഞങ്ങളെ വിളിക്കുവാൻ ആഗ്രഹിക്കുന്നവർ 0988221957 എന്ന നമ്പറിൽ വിളിക്കുക. നമ്പർ ഒരിക്കൽ കൂടി 0988221957.